വൈറ്റ് രണ്ടുപേരും റൈറ്റ് ഹാൻഡിലേക്ക്. വൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് വർഗീസ് അങ്കിളിനെയാണ്, പിങ്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ജെയ്സി ആന്റിയും. ഓക്കെ, നിങ്ങളെ ഓഡിയൻസിന് മനസ്സിലായില്ലേ? നിങ്ങളെ കപ്പിൾസിന് മനസ്സിലായില്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് കൂടുതൽ സംഭവിക്കാറുള്ളത് അല്ലെങ്കിൽ കൂടുതൽ അതിന് ആപ്റ്റ് ആവണത് വർഗീസ് അങ്കിൾ ആണെങ്കിൽ വൈറ്റ് ഫ്ലവർ വെക്കണം കേട്ടോ. ആന്റി ആണെങ്കിൽ പിങ്ക് വെക്കണം. ഓക്കെ, ഓഡിയൻസിന് കാണണോട്ടാ, നന്നായി വെക്കണേ. ട്രയലിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിലും ഫസ്റ്റ് വേണം നമുക്ക് ട്രയൽ ആയിട്ട് ചെയ്യാവേ. നമുക്കറിയാം ഇവര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ദുബായിലാണ്, ആന്റി ഇവിടെയാണ്. അങ്ങനെ പോകാറൊക്കെയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള കുറെ പേരുണ്ട്, അറിയാം. അപ്പൊ ഇവരില് ആരാണ് കൂടുതൽ കോൾ ചെയ്യാറ്? അതായത് അങ്കിളാണോ അങ്ങോട്ട് കൂടുതൽ ഇങ്ങോട്ട് വിളിക്കാറ് കൂടുതൽ, അതോ ആന്റി ആണോ അങ്ങോട്ട് കൂടുതൽ വിളിക്കാറ്? ആരാണ്? ഓ, കറക്റ്റ് ആൻസർ ആണ്. അത് ഇവർക്ക് അറിയിച്ചാൽ നല്ലൊരു കൈ എടുക്കേ. ഞാൻ അടുത്തത് ആന്റി അടിപൊളി കുക്കാണ്. എനിക്കും പല ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ അങ്ങളുടെ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉണ്ടാക്കി തരുന്നെങ്കിലും സ്പെഷ്യൽ. ഓക്കെ, എന്നിരുന്നാലും ഇവർക്ക് തമ്മിലൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഞാനും ഒരു മനസ്സിൽ ഒരു ആൻസർ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളിൽ ആരാണ് ബെസ്റ്റ് കുക്ക്? നന്നായി കുക്ക് ചെയ്യുന്ന ആരാണ്? അപ്പോഴേ പറ്റുന്നുണ്ട്. നല്ല കൈ കൊടുത്തേ. ആൻസർ കറക്റ്റ് ആവുന്ന കൈയടികൾ വീഴണം, അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ആരോട് ചോദിച്ചിട്ടൊക്കെ എഴുതിയതാണ്. ആരും എന്നെ വിചാരിക്കരുത്. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ടിങ് പോകാൻ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ അല്ലാണ്ട് ചുമ്മാ കറങ്ങാനും ഒക്കെ പോകാനായിട്ട് ഇഷ്ടമുള്ളത് ആർക്കാണ്? അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, മീൻസ് വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടമില്ല, ഔട്ടിങ് പോകാൻ ഇഷ്ടമുള്ളത് ആർക്കാണ്? പുറത്തേക്ക് പോകാൻ ഇഷ്ടമുള്ളത്? അപ്പൊ നല്ലൊരു കൈ എടുത്തേ. ആൻസർ കറക്റ്റ് ആണ്. ഓ, ഇവരും തിരിക്കാൻ പറ്റാതെ കറക്റ്റ് ആൻസർ ശരിക്കും എല്ലാ ഓഡിയൻസും കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവര് കപ്പിൾസ് ആണ്, നമ്മള് പുറത്തു പോകണം അങ്ങനെ നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ലവ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യേണ്ട ആരാണ്? ഇപ്പൊ പബ്ലിക് ആണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും വരുമ്പോ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യാ. അല്ല, മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇപ്പൊ ചിലര് കൈമ പോലും പിടിക്കില്ല. ലൈക് ലവ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യേണ്ട ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നല്ലൊരു കൈ എടുത്ത്. ആൻസർ കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആണ്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും ഭയങ്കര ജോളി കപ്പിൾസ് ആണ്, നമുക്കറിയാം. എന്നാലും ആരാണ് കൂടുതൽ സീരിയസ് പേഴ്സൺ? ആണോ? എനിക്കറിയില്ലായിരുന്നു. നല്ല കൈയോട് ക്യാൻസർ കറക്റ്റ് ആയിരുന്നു. ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, നമുക്കറിയാം ലോങ് ഡിസ്റ്റൻസിലാണെന്ന് അറിയാം. എന്നിരുന്നാലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും വീട്ടിൽ വരുമ്പോഴാണെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ലൈക് കുറെ വർത്താനം പറയുന്നത് ആരാണ്? നമുക്ക് അപ്പൊ നമ്മള് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 7 കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തേക്കുന്നത് രണ്ടുപേരും എന്നോട് പറയണം. ആന്റിയുടെ ആൻസർ എന്നോട് പറയണം. രണ്ടുപേരുടെ ആൻസറും ഞാൻ ഇവിടെ പറയും. കറക്റ്റ് ആണെങ്കിൽ ഇവർക്ക് പോയിന്റ് ഉണ്ട്, ഐ മീൻ ട്രൂ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവരുടെ മലപ്പുറത്തം. അങ്ങനെ ഒരു റൗണ്ടാണിത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആന്റി നല്ലൊരു അടിപൊളി കുക്കാണ്, അതായത് നന്നായി കുക്ക് ചെയ്യും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആന്റി വെക്കുന്നതില് അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താണ്? കറിയാണ് ചോദിക്കുന്നത്. ആന്റി വെക്കുന്നതില് അങ്കിളിന് ഇഷ്ടമുള്ള കറി എന്താണ്? രണ്ടുപേരും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞേക്കുന്നത് മീൻ കറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ സിമ്പിൾ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫസ്റ്റ് കണ്ടപ്പോൾ, അതായത് അങ്കിൾ ആന്റിയെ കണ്ടപ്പോൾ ആന്റി ഇട്ടിരുന്ന ചുരിദാറും സാരി എന്താവോ, ആന്റി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ ഏത്? മൊത്തം പറഞ്ഞു.
കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? അത് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കുന്ന ഐറ്റം എന്താണ്? ലൈക്ക് ഇപ്പോ എന്താ പറയാ, മേക്കപ്പ് ഐറ്റംസ് തന്നെ ഇല്ല, എന്തും ആവാം. ഇപ്പൊ ഡ്രസ് ആണോ അല്ലെങ്കിൽ എന്ത് ഐറ്റംസ് ആണെങ്കിലും ആദ്യം മേടിച്ചു കൊടുത്ത ഐറ്റം എന്തായിരുന്നു? ഇത് തെറ്റിച്ചിരിക്കുകയാണ്. അങ്കിൾ പറഞ്ഞ ഗോൾഡിന്റെ വളാണ്, ആന്റി പറഞ്ഞ ഡ്രസ് ഒന്ന്. അപ്പൊ ഈ ആൻസർ ചീറ്റി മേടിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആന്റി വിളിച്ചോട്ടാ. മക്കൾക്ക് അറിയാൻ ചോദിക്കട്ടെ, അറിയോ? നിങ്ങൾക്ക് അറിയോ എന്തായിരുന്നു ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നത്? ഗോൾഡ് ആയിരിക്കും. അപ്പൊ പക്ഷെ പറഞ്ഞില്ല കറക്റ്റ്, ഗോൾഡിന്റെ വളാന്നാണ് പക്ഷെ പറഞ്ഞത് ആണ്. പക്ഷെ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്കിൾ ദുബായിലാണെന്ന് അറിയാം, ഇടയ്ക്ക് നാട്ടിലേക്ക് വരാറുണ്ട്, ഇടയ്ക്കല്ല ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോ രണ്ടുപേർക്കും ഒരുമിച്ച് പോകുവാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് കേരളത്തില്? അതായത് ഇപ്പോ നമ്മള് പള്ളികളാവാം, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയില്. അത് രണ്ടുപേരും നമ്മളോട് ആലോചിക്കട്ടെ. എനിക്കറിഞ്ഞൂടെ. ആന്റിയുടെ നല്ല വെറൈറ്റി ആൻസറാണ്. കേരളത്തിൽ എങ്ങോട്ട് പോകാൻ ഇഷ്ടം പറയുന്നു? ദുബായ് പോകാൻ ഇഷ്ടമാണ്. വേറെ എങ്ങനെ പോകാൻ ഇഷ്ടമല്ല ആൾക്ക്. ആൾക്ക് പിന്നെ സ്വന്തം ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുണ്ടാവും, അതായിരിക്കും. ഓ, ഇത് എന്റെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ലെന്ന് പറയുന്നത്. ദുബായ് തന്നെ പറയണേ. എന്നാൽ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ദുബായിൽ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ട്, അവിടെ ആയിരുന്നു നമുക്കറിയാം. അപ്പൊ ദുബായില് ഇവർക്ക് കറങ്ങാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതായത് ഇപ്പൊ ഡ്രസ് അടിക്കാൻ പോവാ, ലുലുമാളി പോവാ, ഫുഡ് അടിക്കാൻ പോവാ, അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? രണ്ടുപേർക്കും ഒരുപോലെ. അല്ലെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ഫസ്റ്റ്, അങ്കിളിനെ കൂടുതൽ പുറത്തു പോകാൻ ഇഷ്ടമുള്ളത് ഏത് സ്ഥലമാണ്? അങ്കിളിനെ കൂടുതൽ പുറത്തു പോകാൻ ഇഷ്ടമുള്ളത് ഏത് സ്ഥലമാണ് ദുബായില്? ചക്കര ഫേക്ക് ആണോ? ചക്കര ആൻസർ പറഞ്ഞിട്ടുണ്ട്, ചക്കര എടുത്ത് മാറ്റണം. അത് ആൻസർ കറക്റ്റ് ആണ്. രണ്ടുപേർക്ക് ലുലുമാളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലുലുവിൽ പോയാൽ ഇഷ്ടം. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. നല്ലൊരു ഐഡിയ കൊടുത്തേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഇല്ലില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങ് ദുബായില് പാന്റ് ഷർട്ട് കോസ്റ്റ്യൂമിലാണ്. എന്നിരുന്ന ട്രൗസറോട് തന്നെ ഇവിടെ ചെക്ക് പറയുന്നത്, അങ്കിളിനെ ഏത് കോസ്റ്റ്യൂമിൽ കാണാനാണ് ആന്റിക്ക് ഇഷ്ടം? കോസ്റ്റ്യൂം മനസ്സിലായില്ലേ? ഓ മൈ ഗോഡ്, കറക്റ്റ് ആൻസർ ആണ്. മുണ്ട് ഷർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കണ്ടേ, ആന്റീനെ ചുരിദാറിലാണോ സാരിയിൽ കാണാനാണോ അങ്കിളിനെ കൂടുതൽ ഇഷ്ടം? ഇത് കറക്റ്റ് ആൻസർ ആണ്. സാരിയിലാണ് പറഞ്ഞിരിക്കുന്നത്.